ഹായ് എവരി വൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സെറ്റ് മലയാളം പരീക്ഷ 2025 ഓഗസ്റ്റ് മാസത്തിൽ നടന്ന സെറ്റ് മലയാളം പരീക്ഷയുടെ PYQ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രസ്തുത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് B കോഡാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എത്ര ചോദ്യങ്ങൾ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. തുടർന്നുള്ള 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടി എന്നുള്ളതും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. ചോദ്യം, ഉത്തരം, എന്തുകൊണ്ടാണ് ഉത്തരം വന്നു, മറ്റു ഓപ്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഇനി എന്തൊക്കെ പഠിക്കണം, നോക്കണം എന്നീ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പറിന്റെ കണ്ടിന്യൂവേഷൻ ആണ് 11ാമത്തെ ചോദ്യം. താഴെ പറയുന്ന മലയാള പ്രാചീന പദങ്ങളിൽ അർത്ഥം ശരിയാകാത്ത ജോഡി ഏത്? നോക്കൂ, കഴിഞ്ഞ 2-3 സെറ്റ് എക്സാമുകളിലായിട്ട് അർത്ഥം, പര്യായം ഈ 2 ചോദ്യമേഖലകളും നമ്മുടെ ഇതിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. കോമൺ ആയിട്ട് ഒരു മലയാള അധ്യാപികയ്ക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. താഴെ തന്നിരിക്കുന്ന പ്രാചീന മലയാള പദങ്ങൾ നോക്കൂ, സാധാരണ മലയാള പദങ്ങളല്ല, പ്രാചീന മലയാള പദങ്ങളിലെ അർത്ഥം ശരിയാകാത്ത ജോഡി. കീവേഡ് ശ്രദ്ധിക്കണേ, ശരിയായതല്ല, ശരിയാകാത്ത ജോഡി ഏത്? കളിർ കൊമ്പനാന, പൊറ്റ പർവ്വതം, വേരി തേൻ, ആർക്കലി കോപം. പറയൂ, ഗസ് ചെയ്തോളൂ. ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? ഇതിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ്. പറയൂ, ഏതാണ് തെറ്റായ ശരിയാകാത്ത ജോഡി? കളിർ കൊമ്പനാണ് ശരിയാണ്, പൊറ്റ പർവ്വതം ശരിയാണ്, വേരി തേൻ ശരിയാണ്. ആർക്കലി എന്ന് പറഞ്ഞാൽ കോപമാണോ? ആർക്കലി എന്ന് പറഞ്ഞാൽ കോപമാണോ? അല്ല, ആർക്കലി എന്ന് വെച്ചാല് സമുദ്രമാണ്. വെരി ഗുഡ് നന്ദകൃപ. ആർക്കലി എന്ന് വെച്ചാൽ സമുദ്രമാണ്. ആർക്കലി എന്ന് വെച്ചാൽ എന്താണ്? സമുദ്രമാണ്, കോപമല്ല. അപ്പൊ താഴെ പറയുന്ന പ്രാചീന മലയാള പദങ്ങളിൽ അർത്ഥം ശരിയാകാത്ത ജോഡി എന്ന് പറയുന്നത് ഏതാണ്? ആർക്കലിയാണ്. ആർക്കലി എന്ന് വെച്ചാൽ കോപമല്ല, എന്താണ് അർത്ഥം? സമുദ്രമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അവര് ഏത് പദം ചോദിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ബേസിക് ആയിട്ടുള്ള പദങ്ങളുടെ അർത്ഥമാണ്. ഈ പര്യായത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുക ഏതാണെന്നറിയോ? ഒന്ന് കാനനം, ദാറ്റ് മീൻസ് വനം, കാട്, എപ്പോഴും ചോദിക്കാറുണ്ട്. ആകാശം, ആകാശത്തിന്റെ പര്യായ പദം എപ്പോഴും ചോദിക്കാറുണ്ട്. ആന എപ്പോഴും പര്യായ പദം ചോദിക്കുന്നതാണ്. PSC എക്സാമുകളിലൊക്കെ സ്ഥിര പര്യായ പദത്തിൽ വരുന്ന ആൾക്കാരാണ്. കുതിര, വണ്ട്, ഇവരൊക്കെ PSC എക്സാമുകളിൽ സ്ഥിരം പാറ്റേൺ ആണ്. അതുപോലെ സെറ്റ് പരീക്ഷയ്ക്കും ചോദിച്ചു എന്ന് മാത്രം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 12ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ചരിത്ര സംഭവങ്ങൾ, ഇത് നമ്മുടെ കേരള ചരിത്രവുമായി അല്ലെങ്കിൽ കേരള സംസ്കാരവുമായിട്ട് സിലബസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. താഴെ പറയുന്ന ചരിത്ര സംഭവങ്ങളിൽ വർഷം ശരിയാകാത്ത ജോഡി ഏത്? കീവേഡ് ശ്രദ്ധിക്കണം. ശരിയാകാത്തത്, ശരിയല്ല എന്ന് വെച്ചാൽ എന്താ? തെറ്റായത് കണ്ടുപിടിക്കാൻ. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരിയാകാത്ത. തെറ്റായത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും. അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു 1888, കുണ്ടറ വിളംബരം വേലുത്തമ്പി തളവ 1809, വൈക്കം സത്യാഗ്രഹം 1940, ക്ഷേത്രപ്രവേശന വിളംബരം 1936, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഉത്തരം പറഞ്ഞേ, സിമ്പിൾ ആണ് അല്ലെ? വൈക്കം സത്യാഗ്രഹമാണ്. 1940 ആണോ? അല്ല. എന്നാ വർഷം പറഞ്ഞ മക്കളെ? വൈക്കം സത്യാഗ്രഹം 1940 അല്ല. ഈ അടുത്ത് നമ്മൾ 100ാം വാർഷികം ആചരിച്ചിട്ടുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം ഏതാണ്? യെസ്, 1924 ആണ്. 1924 എന്ത് വരുന്നത്? വൈക്കം സത്യാഗ്രഹം വരുന്നത്. വൈക്കം സത്യാഗ്രഹം. ക്ലിയർ അല്ലേ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കിപ്പോണ്ടേ. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം, അയിത്തത്തിനെതിരായിട്ട് കേട്ടോ.
അയിത്തത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? 1924 വൈക്കം സത്യാഗ്രഹം. അതായത് ഇത് ക്ഷേത്രപ്രവേശനമാണോ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല, തെറ്റിക്കരുതേ, ക്ഷേത്രപ്രവേശനമല്ല. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് വേണ്ടി നടത്തിയ സത്യാഗ്രഹമാണ് 1924 വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30. നോട്ട് ചെയ്യണം. 1924 മാർച്ച് 30. 1924 മാർച്ച് 30. കിട്ടിയോ? 1924 മാർച്ച് 30. ഓക്കെ, ക്ലിയർ. ഇനി അയിത്തത്തിനെതിരെയായിട്ട് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലെ അയിത്തത്തിനെതിരായിട്ട് ഒരു അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. അതാരാണെന്ന് അറിയോ? അയിത്തത്തിനെതിരെയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ 1923 കാക്കിനാടയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അയിത്തോച്ചാടന പ്രമേയം ഒരു വ്യക്തി അവതരിപ്പിച്ചു. അതാരാണെന്നറിയോ? ടി കെ മാധവനാണ്. ടി കെ മാധവൻ. ഇത് സെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയല്ല, ടി കെ മാധവൻ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്നാണ് ചോദ്യം വന്നത്. ഏത് സത്യാഗ്രഹമാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാള് ടി കെ മാധവനും മറ്റൊരാള് കെ പി കേശവമേനോനാണ് കേട്ടോ. കെ പി കേശവമേനോൻ. ഓക്കെ, ഇനി വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ആരാണ് തിരുവിതാംകൂറിലെ ഭരണാധികാരി? വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി സേതു ലക്ഷ്മിബായി ആണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചതാരാ? ഇദ്ദേഹമാണ് വൈക്കം ഹീറോ, പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത്. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചതാരാ? ഈ വ്യക്തിയാണ് വൈക്കം ഹീറോ. വെരി ഗുഡ് നന്ദകൃപ. ആരാണത്? ഇ വി രാമസ്വാമി നായ്ക്കരാണ്. നോക്കൂ, ഇ വി രാമസ്വാമി നായ്ക്കർ. ഇദ്ദേഹമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം എവിടെ നിന്ന് എവിടേക്ക്? യെസ്, മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചു. ക്ലിയർ അല്ലേ? യെസ്. എത്ര ദിവസമാണ്? 603 ദിവസമാണ് കേട്ടോ വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. 1924 മാർച്ച് 30 തുടങ്ങുകയും 1925 നവംബർ 23 അവസാനിക്കുകയും ചെയ്ത സത്യാഗ്രഹമാണ്. 603 ദിവസം നീണ്ടു നിന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ക്ലിയർ അല്ലേ? അരുവിപ്പുറം പ്രതിഷ്ഠ 1858 ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് നടത്തിയത്. കുണ്ടര വിളംബരം 1809 ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളവയാണ്. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവല്ലേ? ഇതുവരെ പറഞ്ഞത് ശരിയാണോ കിട്ടുണ്ണിയേട്ടാ? മക്കളെ മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. പ്രാചീനവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. പുതുമലർക്കാവിൽ വന്നെഴും ഇളം കൊടികളും കൊടികൾ പൂവിതൽ നിന്റു തിരുമപ്പൊടികളും എന്നാരംഭിക്കുന്ന വർണ്ണന ഏത് കൃതിയിലാണുള്ളത്? ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയേച്ചി ചരിതം. പറഞ്ഞേ. പറയൂ. ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയേച്ചി ചരിതം. ധനലക്ഷ്മി ഓപ്ഷൻ എ ഡൗട്ടായിട്ട് പറയുന്നുണ്ട്. എക്സാം ഓറിയന്റഡ്
ആയിട്ട് നോക്കുന്ന സമയത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, പ്രാചീന കൃതികൾ. അതിൽ തന്നെ പ്രാചീന മണിപ്രവാള ചമ്പുക്കള്, ഉണ്ണിയാടി ചരിതം, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം. അച്ചി, ചിരുദേവിയാടി, ഞാൻ കീവേഡ് പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെ ഓർഡർ പഠിക്കാൻ വേണ്ടിയിട്ട്. സന്ദേശകാവ്യങ്ങളിൽ ഉണ്ണുനീലി സന്ദേശവും നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന്റെ ആൻസർ എന്താണ്? പുതുമലർക്കാവിൽ വന്നെഴും ഇളം കൊടികളും കൊടികൾ പൂവിതൾ നിന്റു തിരുമപ്പൊടികളും എന്നാരംഭിക്കുന്ന വർണ്ണന ഏത് കാവ്യത്തിലാണുള്ളത്? അത് ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണുള്ളത്. ഉണ്ണിച്ചിരുദേവി ചരിതം. ചോഗിരം ഗ്രാമം വർണ്ണിക്കുന്ന കാവ്യമാണ് ഏത്? പ്രാചീന ചെമ്പു കാവ്യമാണ് ചിരുദേവി ചരിതം. പിന്നെ ഇതിലാണ് എന്ത് വരുന്നത്? ഗദ്യം, ഗദ്യോത കൽപ്പം, ഗളിത രുചി എന്ന് തുടങ്ങുന്ന പരാമർശം ഏത് കൃതിയിലേതാണ്? ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ്. 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് എന്ന് കരുതപ്പെടുന്ന കൃതിയാണ് ഉണ്ണിച്ചിരുദേവി ചരിതം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഏത് കൃതിയിലാണ് പരാമർശം വരുന്നത്? ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ കുറിച്ചിട്ട് പരാമർശമുള്ളത്. ചോഗിരം ഗ്രാമവർണ്ണന നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പൊയിലം ഗ്രാമവർണ്ണന, ചോഗിരം പൊയിലം ഗ്രാമവർണ്ണനകൾ ഇതിലാണ് വരുന്നത്. ഓക്കെ, കിളിപ്പാട്ടിനെ കുറിച്ച് പരാമർശമുള്ള കാവ്യമാണ്. ഗാഥ എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ച് കാണുന്നത്, ദാദാന്തകൃപ പറഞ്ഞിട്ടുണ്ട്. ഗാഥ എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് കാണുന്നത് ഏത് ചരിതത്തിലാണ്? ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ്. കിളിപ്പാട്ടുകൾ, സന്ദേശപ്പാട്ടുകൾ, കിളിപ്പാട്ട്, ഗാഥ, സന്ദേശപ്പാട്ട് എന്നിവയെ കുറിച്ച് പരാമർശമുള്ള കാവ്യമാണ്. മറ്റു ശംഭു കാവ്യങ്ങളിൽ നിന്ന് ഉണ്ണിച്ചിരുദേവി ചരിതത്തിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? ഗദ്യഭാഗങ്ങളാണ് ഏറെയും. അതുപോലെ തന്നെ ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ് അമ്മാനപ്പാട്ട്, ആർച്ചാങ്കൂത്ത്. ഇത് ചോദിച്ചിട്ടുണ്ട്. ആർച്ചാങ്കൂത്ത് എന്നുള്ള നൃത്തവിശേഷത്തെ പറ്റി പരാമർശിക്കുന്ന കൃതി ഏതാണ്? ഉണ്ണിച്ചിരുദേവി ചരിതമാണ്. ചോഗിരം ഗ്രാമം, പൊയിലം ഗ്രാമം, ആഴ്വാഞ്ചേരി തമ്പ്രാക്കള്, അമ്മാനപ്പാട്ട്, ആർച്ചാങ്കൂത്ത്, കിളിപ്പാട്ട്, ഗാഥ എന്ന പദം, സന്ദേശപ്പാട്ടുകള് എന്നിവയെ കുറിച്ച് പരാമർശിക്കുന്നു. ഗദ്യോത കൽപ്പം, ഗളിത രുചി എന്ന് തുടങ്ങുന്ന പരാമർശം കാണുന്നത് ഏതിലാണ്? ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ്. ഓക്കെ, കിട്ടിയില്ലേ? കുയിൽ വൃത്തം, അതും കൂടി ഉണ്ട്. കുയിൽ വൃത്തം അതും ഏതിലാണ്? ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ്. ഇതുപോലെ തന്നെ ഉണ്ണിയാടി ചരിതവും ഉണ്ണിനീലി സന്ദേശവും ഉണ്ണിയച്ചി ചരിതവും നമുക്ക് പഠിക്കാനുണ്ട്. നോക്കൂ, എന്തായാലും ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാണേ. ഇനി ഉണ്ണിയച്ചി ചരിതം, കേരളത്തിലെ പ്രഥമ ചമ്പുവാണ് ഏത്? ഉണ്ണിയച്ചി ചരിതം. ഉണ്ണിയച്ചി ചരിതം കേരളത്തിലെ പ്രഥമ ചമ്പു കാവ്യമാണ് ഉണ്ണിയച്ചി ചരിതം. ഇത് ആരാണ് രചിച്ചിരിക്കുന്നത്? തേവൻ ചിരികുമാരനാണ്. ചിരികുമാരൻ. ഓക്കെ, ഇനി ഉണ്ണിയച്ചി ചരിതത്തിൽ പരാമർശിക്കപ്പെടുന്ന ചോള നാണയം ഏതാണ് മക്കളെ? ചോള നാണയം ഏതാണ്? ചോനകക്കുതിരയെ ചേണാട്ട് വിറ്റാൽ ആനയച്ചുടൻ 1000 കിട്ടലാം. ആനയച്ച് എന്നുള്ള ചോള നാണയത്തെ കുറിച്ച് പരാമർശമുള്ള കൃതിയാണ് ഉണ്ണിയച്ചി ചരിതം. ഹൊയ്സാല രാജ്യത്തിന്റെ തലസ്ഥാനമായ ധോരസമുദ്രത്തെ കുറിച്ച് പരാമർശമുള്ള കൃതിയാണ് ഉണ്ണിയച്ചി ചരിതം. ഓക്കെ, കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ഓക്കെ, നോക്കൂ, ഉണ്ണിയാടി ചരിതം 14-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വരുന്ന കൃതിയാണ് ഉണ്ണിയാടി ചരിതം. മലയാള ഭാഷ എന്നുള്ള പദം, മലയാള ഭാഷ എന്നുള്ള സമസ്ത പദം കാണുന്നത് എവിടെയാണ്? ഉണ്ണിയാടി ചരിതത്തിലാണ്. മലയനാടിനെ കേരളങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത് ഉണ്ണിയാടി ചരിതം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉള്ളൂരാണ്. ഓക്കെ, ഇനി തുലുക്കക്കാശിനെ കുറിച്ചുള്ള പരാമർശം, അതേതിലാണ് വരുന്നത്? ഉണ്ണിയാടി ചരിതത്തിലാണ്. അപ്പൊ ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം എന്നീ കാര്യങ്ങള് പഠിച്ചു വെക്കണം. 14-ാമത്തെ ചോദ്യം, മഴമംഗലത്തിന്റെ ഭാഷാ നൈഷധം ചമ്പുവിനെ പ്രാഞ്ജലി എന്ന വ്യാഖ്യാനം രചിച്ചത് ആരാണ്? മഴമംഗലത്തിന്റെ ഭാഷാ നൈഷധം ചമ്പു
മഴമംഗലത്തിന്റെ ചെമ്പുവാണ് ഭാഷാനൈഷധം ചെമ്പു. അതിലാരാണ്? പാട്ടത്തിൽ പത്മനാഭമേനോനാണോ, ഇളംകുളം കുഞ്ഞൻ പിള്ളയാണോ, പി ഗോവിന്ദ പിള്ളയാണോ, വടക്കുംകൂർ രാജരാജവർമ്മയാണോ? മഴമംഗലത്തിന്റെ ചെമ്പുവാണ് ഭാഷാനൈഷധം ചെമ്പു. അതിന്റെ വ്യാഖ്യാനമാണ് പ്രാഞ്ജലി വ്യാഖ്യാനം. ചോദ്യത്തിൽ നിന്ന് തന്നെ 2 പോയിന്റ് കിട്ടി. ഇനി ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ 3 പോയിന്റ് കിട്ടുന്നു. പ്രാഞ്ജലി വ്യാഖ്യാനം ആരുടേതാണ്? പാട്ടത്തിൽ പത്മനാഭമേനോന്റേതാണ്. ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ. മഴമംഗലത്തിന്റെ പ്രധാനപ്പെട്ട ഇതര ചെമ്പുക്കൾ ഏതൊക്കെയാ? മഴമംഗലത്തിന്റെ പ്രധാനപ്പെട്ട ചെമ്പുക്കൾ ഏതൊക്കെയാ മക്കളെ? മഴമംഗലത്തിന്റെ ഒന്ന് ഭാഷാനൈഷധം ചെമ്പുവാണ്. മറ്റൊന്ന് ഏതാണ്? രാജരത്നാവലീയം, കൊടിയ വിരഹം, വെരി ഗുഡ്, കൊടിയ വിരഹം. പിന്നെ ഏതാണ്? ബാണയുദ്ധമാണ്. രാജരത്നാവലിയം, കൊടിയ വിരഹം, ബാണയുദ്ധം. ക്ലിയർ അല്ലേ? രാജരത്നാവലിയം, കൊടിയ വിരഹം, ബാണയുദ്ധം. ക്ലിയർ? യെസ്. ഈ രാജരത്നാവലിയവും കൊടിയ വിരഹത്തിന്റെയും പ്രത്യേകത എന്താ? ഇവ എന്താണ്? പുരാണേതരമായിട്ടുള്ള കഥാസന്ദർഭങ്ങളാണ് രാജരത്നാവലിയത്തിലും കൊടിയ വിരഹത്തിലും വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഭാഷാനൈഷധം ചെമ്പൂലാണ് കേട്ടോ 51 അക്ഷരാളി, കലിതനുലതേ വേദമാകുന്ന ശാഖി. മലയാള ഭാഷയിൽ 51 അക്ഷരങ്ങളുണ്ട് എന്നുള്ള സൂചന തരുന്നത് മഴമംഗലത്തിന്റെ ഭാഷാനൈഷധം ചെമ്പു. ഇനി ഇതുപോലെ ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യമാണ് ഏത്? രാജരത്നാവലിയുമായി ബന്ധപ്പെട്ടിട്ട്. രാജരത്നാവലിയം കാലം തെറ്റിപ്പിറന്ന മറ്റൊരു ഉണ്ണിയാടി ചരിതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് രാജരത്നാവലിയം. കാലം തെറ്റിപ്പിറന്ന മറ്റൊരു ഉണ്ണിയാടി ചരിതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് രാജരത്നാവലിയം. രാമവർമ്മയും മന്ദാരമാലയും, രാമരാജാവിന്റെ മന്ദാരം എന്നാണ് ഞാൻ കീവേഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. രാമവർമ്മയും മന്ദാരമാലയുമാണ് രാജരത്നാവലിയത്തിന്റെ നായികാനായകന്മാർ. കൊടിയ വിരഹത്തിലെ നായികാനായകന്മാരുടെ പേരെന്താ? കൊടിയ വിരഹത്തിലെ നായികാനായകന്മാർ സംഗീതകേതുവും ശൃംഗാരചന്ദ്രികയും. എന്ത് രസാലെ പേര് കേൾക്കാൻ! സംഗീതകേതുവും ശൃംഗാരചന്ദ്രികയും ഏതിലേതാണ്? കൊടിയ വിരഹത്തിലെ നായികാനായകന്മാരാണ്. ക്ലിയർ അല്ലേ? ചെമ്പുവുമായി ബന്ധപ്പെട്ടിട്ട് പ്രാചീന ചെമ്പുക്കൾ നോക്കി. മറ്റേ ഇതും പറഞ്ഞു, അതിന് മീൻസ് മഴമംഗലത്തിൻ്റെതായിട്ടുള്ള ചെമ്പുക്കളും പറഞ്ഞു. രാജരത്നാവലിയമാണ് കാലം തെറ്റിപ്പിറന്ന മറ്റൊരു ഉണ്ണിയാടി ചരിതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൃതി. ആരാണ് വിശേഷിപ്പിച്ചത്? അവിടെ നന്ദ ടീച്ചർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വെരി ഗുഡ്. എൻ കൃഷ്ണപിള്ളയാണ് അത്തരത്തില് വിശേഷിപ്പിച്ചത്. കിട്ടിയില്ലേ? എൻ കൃഷ്ണപിള്ളയാണ് അത്തരത്തില് വിശേഷിപ്പിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ തെക്കൻ പാട്ടുകളുടെ ഗണത്തിൽ ഉൾപ്പെടാത്തതേത്? പുരുഷാദേവി പാട്ട്, പൊന്നിറത്താൽ കഥ, പുത്തരിയങ്കം, മൂവോട്ടുമല്ലൻ കഥ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും. പുരുഷാദേവി പാട്ട്, പൊന്നിറത്താൽ കഥ, പുത്തരിയങ്കം, മൂവോട്ടുമല്ലൻ കഥ. ഒരു സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന ഒരു ചോദ്യമാണിത്. പുത്തരി അംഗം വെട്ടലും കാര്യങ്ങളൊക്കെ എവിടെയാണ്? വടക്കം പാട്ടുകളിലാണ് അല്ലെ? അപ്പൊ എന്താണ് ആൻസർ? പുത്തരി അംഗമാണ് ആൻസർ. എന്താണ് ആൻസർ? പുത്തരി അംഗം. ഈ പുരുഷാദേവി പാട്ടിന്റെ പ്രത്യേകത എന്താ? പുരുഷാദേവി പാട്ടിന്റെ പ്രത്യേകത എന്താ മക്കളെ? പുരുഷാദേവി പാട്ടിന്റെ പ്രത്യേകത എന്താ? എപ്പോഴും ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പുരുഷാദേവി പാട്ടിന്റെ പ്രത്യേകത എന്താ? അറിയില്ല എങ്കിൽ മോശമാണ്. പുരുഷാദേവി പാട്ടിന്റെ പ്രത്യേകത എന്താ? വീരസാഹസികതയുടെ ഭീഷ്മരൂപം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടുള്ള പാട്ടാണ് പുരുഷാദേവി പാട്ട്. ഓക്കെ, വീരസാഹസികതയുടെ ഭീഷ്മരൂപം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള പാട്ടാണ് പുരുഷാദേവി പാട്ട്. തെക്കൻ പാട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. വീരസാഹസികതയുടെ ഭീഷ്മരൂപം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പാട്ടാണ് പുരുഷാദേവി പാട്ട്. തെക്കൻ പാട്ടുകൾ നമുക്കറിയാം. തിരുവനന്തപുരം, കളിയിക്കാവിള വരെയുള്ള തെക്കൻ കേരളവും കന്യാകുമാരി ജില്ലയുമാണ് ഇതിന് പശ്ചാത്തലമായിട്ട് വരുന്നത്. അമ്മൻ കഥ, നീലിക്കഥ, ഇരവിക്കുട്ടിപ്പോര്, ഉലകുട പെരുമാൾ പാട്ട്, കേരളവർമ്മ പാട്ട്, മൂവോട്ട് മന്നൽ കഥ, പൊന്നിറത്താൾ കഥ, കുഞ്ചുതമ്പി കഥ, ഇവയെല്ലാം എന്താണ്? പ്രധാനപ്പെട്ട തെക്കൻ പാട്ടുകളാണ്. തെക്കൻ
മറ്റൊരു പേരെന്താ? തെക്കൻ പാട്ടുകളുടെ മറ്റൊരു പേരെന്താ? വില്ലടിച്ചാൻ പാട്ട്. വില്ലടിച്ചാൻ പാട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? തെക്കൻ പാട്ടുകളാണ്. ഓക്കെ, ഇനി ഇവിടെ പുത്തരിയംഗം കണ്ടു ഇല്ലേ? പുത്തരിയംഗം ഏറ്റവും വികാരോചേതകമായ ഒരു ഗാനമാണ്. വികാരോച്ഛേദകമായ ഒരു ഗാനമാണ് പുത്തരിയംഗം. കണ്ണീർ വാർക്കാതെ അത് ആർക്കും വായിച്ചു തീർക്കുവാൻ സാധിക്കുകയില്ല. പുത്തരിയംഗം വികാരോത്തേജകമായ ഒരു ഗാനമാണ്. കണ്ണീർ വാർക്കാതെ അത് ആർക്കും വായിച്ചു തീർക്കാൻ സാധിക്കുകയില്ല. ആ അഭിപ്രായം ആരുടേതാണെന്നറിയോ? ഉള്ളൂരിൻ്റെതാണ്. പുത്തരിയംഗം ഏറ്റവും വികാരോത്തേജകമായ ഒരു ഗാനമാണ്. കണ്ണീർ വാർക്കാതെ അത് ആർക്കും വായിച്ചു തീർക്കാൻ സാധിക്കുകയില്ല. അത് അഭിപ്രായപ്പെട്ടത് ആരാണെന്നറിയോ? ഉള്ളൂരാണേ. ഉള്ളൂർ. ഓക്കെ, യെസ്, ഇത്ര മതി. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ ശാസനം. ഇതാവുന്നു ശാസനത്തിന്റെ ചോദ്യം. ശാസനം നമ്മള് ഡീറ്റെയിൽ ആയിട്ട് P/Q ഡിസ്കഷൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശാസനം. പ്രധാനപ്പെട്ട എല്ലാ ശാസനങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനം ഏതാണ്? ഏതാണ് ആ ശാസനം? കൊല്ലവർഷം. കൊല്ലത്തെ വല്ലഭന്റെ കൊട്ടയിൽ മാമ്പഴം. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള പ്രഥമ ശാസനമാണ് ശ്രീവല്ലഭൻ കോതാർ പുറപ്പെടുവിച്ച ശാസനമാണ് കൊല്ലത്തെ വല്ലഭന്റെ കൊട്ടയിൽ മാമ്പഴം. ഏതാണ്? കൊല്ലം തോന്റി എന്നുള്ള പരാമർശമുള്ള ശാസനമാണ്. ഏത് ശാസനം? മാമ്പിള്ളി ശാസനം. മാമ്പിള്ളി ശാസനം. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, കൊല്ലത്തെ വല്ലഭന്റെ കൊട്ടയിൽ മാമ്പഴം. ക്ലിയർ അല്ലേ മക്കളെ? ഇനി തരിസാപ്പള്ളി ശാസനം കിടക്കുന്നുണ്ട്. തരിസാപ്പള്ളി ശാസനം AD 849 അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിന്റെ വാണിജ്യ പുരോഗതിയെ പറ്റി പരാമർശിക്കുന്ന രേഖയാണ് തരിസാപ്പള്ളി ശാസനം. ഇത് പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇത് പ്രസിദ്ധീകരിച്ചത്. അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവയെ പറ്റിയുള്ള പരാമർശം കാണുന്ന ഇതാണ്. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ ശാസനം മാമ്പിള്ളി ശാസനാണ്. പക്ഷെ ഇവിടെ നോക്കൂ, എഴുതിയ കാലഘട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ ശാസനം ഏതാണ്? അത് തരിസാപ്പള്ളി ശാസനാണ്. തരിസാപ്പള്ളി ശാസനാണ്. ആൽക്കാശ്, തളിക്കാണം, ഏണിക്കാണം, മുലൈവില തുടങ്ങിയ പല നികുതികളെ കുറിച്ച് പരാമർശമുണ്ട്. ബ്രാഹ്മി, ഹീബ്രു, അറബി ലിപികളെ പറ്റി പരാമർശമുണ്ട്. ഓക്കെ, സ്വസ്തി, കോത്താണത്ത്, ഇരവിക്കുത്തൻ എന്നാരംഭിക്കുന്ന ശാസനാണ് തരിസാപ്പള്ളി ശാസനം. ഇനി അടുത്തത് ഏതാണ്? ഹജൂർ ശാസനാണ്. ഹജൂർ ശാസനം. ഹജൂർ ശാസനത്തെ പറയുന്ന മറ്റൊരു പേരെന്താണ്? പാർത്ഥിവപുരം ശാസനം എന്നാണ്. പാർത്ഥിവപുരം ശാസനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹജൂർ ശാസനം എന്നറിയപ്പെടുന്ന ശാസനാണ് പാർത്ഥിവപുരം ശാസനം. കലിവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനാണ്. കലിവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ രേഖ കൂടിയാണ് ഏത്? പാർത്ഥിവപുരം ശാസനം. കാന്തള്ളൂർ ശാലയെ കുറിച്ച് പരാമർശമുള്ള ശാസനാണ്. ഹജൂർ ശാസനം തന്നെയാണ് പാർത്ഥിവപുരം ശാസനം എന്ന് പറയുന്നത്. കലിവർഷം രേഖപ്പെടുത്തിയ ശാസനമാണ് ഏത്? പാർത്ഥിവപുരം ശാസനം. രാജാവായ കരുണന്തടക്കന്റെ 9ാം ഭരണവർഷത്തിൽ പുറപ്പെടുവിച്ച ശാസനമാണ് ഏത് ശാസനം? ഹജൂർ ശാസനം. അടുത്ത ശാസനം AD 830 ശാസനാണ് ഏത്? വാഴപ്പള്ളി ശാസനം. രാജശേഖരൻ പുറപ്പെടുവിച്ച 12ാം ഭരണവർഷത്തിൽ പുറപ്പെടുവിച്ച ശാസനാണ് വട്ടെഴുത്തിന്റെ നാനമൂലം എന്ന് പറയുന്നത് ഈ ശാസനത്തിലാണ്. നമശിവായ ശ്രീ രാജാതിരാജ പരമേശ്വര ഭട്ടാരക എന്നാരംഭിക്കുന്ന ശാസനാണ് ഏത്? വാഴപ്പള്ളി ശാസനം. വാഴയ്ക്ക് ദീനം കോഡ് വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വാഴയ്ക്ക് ദീനാരം എന്നുള്ള റോമൻ നാണയത്തെ പറ്റി പരാമർശമുള്ള ശാസനാണ് വാഴപ്പള്ളി ശാസനം. അല്ലെ മക്കളെ? ശാസനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 17ാമത്തെ ചോദ്യം നോക്കിയേ. ഇതൊരു ടെസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് P/Q ആണ്. ഈ ചോദ്യം നോക്കിയേ.
ഇതൊരു ടെസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ളത് എന്താ? ഓണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏത്? ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ കൃതി ഏതെന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഉത്തരം എന്താണ്? മധുരൈ കാഞ്ചിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, മധുരൈ കാഞ്ചിയുടെ കർത്താവ് ആര്? ആരാണ് കർത്താവ്? ഔവയ്യാറാണോ, കപിലരാണോ, പാണറാണോ, മാങ്കുടി മരുതനാറാണോ? മാങ്കുടി മരുതനാറാണോ? ഉറപ്പിച്ച മക്കളെ, അതാരാണ്? യെസ്, മാങ്കുടി മരുതനാറാണ്. മാങ്കുടി മരുതനാറാണ്. ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് ഏത്? മധുരൈ കാഞ്ചി മാങ്കുടി മരുതനാറുടെ കൃതിയാണ്. നോക്കിക്കോട്ടെ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. മുമ്പ് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന കൃതി ഏതാണ്? മധുരൈ കാഞ്ചി. അത് റിപ്പീറ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. 18ാമത്തെ ചോദ്യം, ഇത് റിപ്പീറ്റഡ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ മുക്തകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ഇത് തന്നെയാണ്. ആ കൂടി വന്നു കണ്ടിട്ടുള്ള ചോദ്യം ഇത് തന്നെയാണ്. പാടത്തിൻകര നീല നിറമായി വേലിക്കൊരാഘോഷമായി എന്നാരംഭിക്കുന്ന മുക്തകം രചിച്ചതാര്? പൂന്തോട്ടം നമ്പൂതിരി, ചേലപ്പറമ്പ് നമ്പൂതിരി, ഒറമങ്കര രാജ, വെൺമണി മഹൻ. ആരാണ്? പാടത്തിൻകര നീല നിറമായി വേലിക്കൊരാഘോഷമായി എന്നാരംഭിക്കുന്ന മുക്തകം. യെസ്, ആരുടേതാണ്? ഡൗട്ട് ഒന്നും വേണ്ട, ചേലപ്പറമ്പ് നമ്പൂതിരി തന്നെയാണ്. ആൻസർ എന്താണ്? ചേലപ്പറമ്പ് നമ്പൂതിരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി, ചേലപ്പറമ്പ് നമ്പൂതിരി. റിപ്പീറ്റഡ് PYQ ആണ്. ഇനിയും റിപ്പീറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, 19ാമത്തെ ചോദ്യം. ഇതൊരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ചലഞ്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, അതിന്റെ ഓപ്ഷൻസിലും തെറ്റുണ്ട്. ഓക്കെ, 20ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ചാവുലി എന്ന നോവൽ രചിച്ചതാര്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇത് PYQ, മുൻകാല PYQ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് PYQ. ആരാണ്? PK സുധിയാണോ, V ഷിനിലാലാണോ, ഇരഞ്ചിയം രവിയാണോ, PA ഉത്തമനാണോ? പറയൂ. 20ാമത്തെ ചോദ്യം എളുപ്പല്ലേ? യെസ്, ഏതാണ് ആൻസർ? PA ഉത്തമന്റെ കൃതിയാണ് ചാവുലി. PA ഉത്തമന്റെ കൃതിയാണ് ചാവുലി. PK സുധി എന്നുള്ളൊരു പേര് കിടക്കുന്നുണ്ട്. ശാസ്ത്ര സാഹിത്യവുമായിട്ട് ധാരാളം കൃതികൾ എഴുതിയിട്ടുള്ള ഒരാളാണ് ആര്? PK സുധി. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് അഴിഞ്ഞുപോയ മുഖങ്ങൾ. അഴിഞ്ഞുപോയ മുഖങ്ങൾ. അതുപോലെ ദേശാന്തര യാത്രയ്ക്ക് ഒരു കിളി മാത്രം. ഇത് രണ്ടും നോവലറ്റുകളാണ്. നോവലറ്റ്. ഓപ്ഷൻസിൽ ഇങ്ങനെ പുതിയ പേരുകൾ കാണുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത പ്രാവശ്യം ഇവരായിരിക്കും ചോദ്യമായിട്ട് വരിക. ഓക്കെ, ഇനി തവളകളുടെ മായിക ലോകം എന്ന പേരിൽ ഒരു ശാസ്ത്ര കൃതി ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. തവളകളുടെ മായിക ലോകം. തവളകളുടെ മായിക ലോകം. അതുപോലെ തന്നെ ഭീമകളുടെ ലോകം. ഭീമ എന്നാണ്. ഭീമകളുടെ ലോകം എന്ന പേരിലെ ഒരു ബാലസാഹിത്യ കൃതിയും ആര് എഴുതിയിട്ടുണ്ട്? PK സുധി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി V ഷിനിലാൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു പേരാണ്. 2022 V ഷിനിലാലിനെ മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ നോവലിന്റെ പേരെന്താ? V ഷിനിലാലിനെ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവല് പറയൂ. സമ്പർക്ക ക്രാന്തി. അതുപോലെ തന്നെ ഉടൽ ഭൗതികം, ബുദ്ധപദം, അടി, ഗരിസഭ അരുവി അഥവാ ഒരു ജലയാത്ര, അങ്ങനെ ഒരു കൃതി ഉണ്ട് അല്ലെ? യെസ്, ഇതൊക്കെ ആരുടേതാണ്? V ഷിനിലാലിന്റേതാണ്. നോക്കൂ, ഇവിടെ മറ്റൊരു പേര് എടുക്കുന്നുണ്ട്, ഇരഞ്ചിയം രവി. പേരെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കൃതികളുടെ പേര് ചിലപ്പോ കിട്ടിയില്ല. വയനാട്ടുകുലവൻ എഴുതിയത് ആരാ? ഇദ്ദേഹമാണ്. ഇരഞ്ചിയം രവിയുടെ കൃതിയാണ് വയനാട്ടുകുലവൻ. ഇനി അതുപോലെ തന്നെ കാണാത്ത കേരളം. കാണാത്ത കേരളം. എത്രയെത്ര സാഹിത്യ രൂപങ്ങൾ. ഗുരുമാനസം, രാമരാജ്യം, വ്യാകരണ നിഘണ്ടു. വ്യാകരണ നിഘണ്ടു ആരുടേതാണ്? ഇരഞ്ചിയം രവിയുടേതാണ്. ഇരഞ്ചിയം രവിയുടേതാണ്. ഓക്കെ, അപ്പൊ 10 ചോദ്യങ്ങൾ. ഒരു ചോദ്യം ക്യാൻസൽ ആയി പോയെങ്കിലും 20 ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ, ആദ്യത്തെ 20 ചോദ്യത്തിലെ 10 ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ഡിസ്കഷൻ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. എത്ര ചോദ്യങ്ങൾ ശരിയാക്കാൻ കഴിഞ്ഞു, പുതിയ പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നിവയെല്ലാം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങളുടെ ആവശ്യകത അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.